ഹലോ നമസ്കാരം. രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, വിക്രമും വേദയും കൂടെ സംസാരിക്കുന്നത് ശ്രീജ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും ഇങ്ങനെ വിക്രമിനെ വിളിക്കുകയാണ്, വിക്രം നീക്ക് എഴുന്നേക്കെന്ന് അറിയാം. അപ്പോൾ എന്നെ കൂടെ തോറ്റു, നിനക്ക് എന്താ വേണ്ട വയ്ക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, അമ്പലത്തിലെ ഭണ്ണാരം എവിടെയെന്ന് വയ്ക്കും. ഭണ്ണാരം ചോദിക്കുന്നുണ്ട്, അവർ എവിടെ വെച്ചെന്നത് ചോദിക്കും. അപ്പോൾ പറയും ഭണ്ണാരോ, നീ എന്താ ഈ പറയുന്നത്, പിച്ചും പെയ്യുന്ന പറയും. ഞാൻ പിച്ചും പെയ്യും പറയുന്നതല്ല, ഭണ്ണാരം കാണുന്നില്ല, ഭണ്ണാരം നീയാണ് എടുത്തതാണ് എല്ലാവരും പറയുന്നതെന്ന് പറയും. അപ്പോൾ പറയും ഞാൻ എടുക്കും, നിനക്കെന്താ നോക്കും. എങ്കിൽ വാ, എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം, നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അയ്യോ ശ്രീജ, എൻ്റെ ദൈവമേ ഭണ്ണാരം കാണുന്നില്ലേ, ഭണ്ണാരം കൊണ്ടുപോയി, ആരാ ഭണ്ണാരം എടുത്തത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അപ്പോഴേക്കും ശ്രീജ ഓടും. സോറി, ശ്രീജ അല്ല, നന്ദിനിയാണ് കേട്ടോ, ശ്രീജ അല്ല, സോറി ക്ഷമിക്കണേ. നന്ദിനി ഓടിയിട്ട് അമ്മേ അച്ഛ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വിശ്വം ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചായ എന്താ അമ്മേ പാലില്ലാതെ കട്ടൻ ചായ വയ്ക്കുമ്പോൾ പാലെത്തിയിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി ഓടി ചെന്നിട്ട് നന്ദിനി പറയാണ്, അമ്മേ ഇതാ പിന്നെ എന്താണ് വേദ പറയണു, ഇങ്ങനെ എന്താ പറയുക, ഭണ്ണാരം നമ്മുടെ വിക്രം എടുത്തു എന്നാണ് പറയുന്നത്, അമ്പലത്തിലെ ഭണ്ണാരം കളവ് പോയത്ര അത് വിക്രം എടുത്തു എന്നാണ് പറയുന്നത് പറയും. വിക്രം എടുത്തു ആരാ ഈ പറയേണ്ടത്? അതേ അമ്മേ സത്യമാണ് പറയുമ്പോഴേക്കും മാഷം വരും. വല്ലതും അറിയാം എവിടേക്കുമ്പോൾ ഇതാ എല്ലാവരും അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരാൾ വിളിക്കുകയും ചെയ്യും. ഓഹോ, അപ്പോൾ അതും പൂർത്തിയായില്ലേ, ഇനിയിപ്പോൾ ഞാൻ കള്ളൻ്റെ അച്ഛനും കൂടെ ഒന്ന് കേൾക്കേണ്ടി വരുമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ മാഷേ എന്ന് വിളിക്കുകയാണ് കമല. അപ്പോഴേക്കും അയാൾ വന്ന് വിളിക്കുക പുറത്തുനിന്ന്. വാറിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോകുമ്പോൾ പറയും, മനസ്സിലായില്ല ആരാ, മുരളി ഗോപി എന്തോ പേര് പറയും. അപ്പോൾ അറിയും എന്താന്ന് വയ്ക്കുമ്പോൾ പറയും, അല്ല ഇങ്ങനെ ഭണ്ണാരം കാണാമല്ല അവിടുത്തെ, അപ്പോൾ അത് വിക്രം എടുത്തു പറയുമ്പോഴേക്കും വേദിയും വിക്രമും കൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ പറയും ഇപ്പോൾ കക്കാനും തുടങ്ങി, ഇതുവരെ അതുണ്ടായിരുന്നില്ല, അപ്പോൾ ആ പേരും കൂടി ആയിരുന്നൊക്കെ. അപ്പോൾ അവൾ കമല പറയും, മാഷേ മിണ്ടാതിരിക്കും മാഷേ എന്നറിയും. നീ എന്തിനും മിണ്ടാതിരിക്കണം, അതും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ അല്ല കട്ടതാരെങ്കിലും കണ്ടെന്നോ ചോദിക്കും. അത് ഞാനും ഉണ്ടായിരുന്നു വിക്രമിൻ്റെ കൂടെ അന്ന് അവിടെ, അങ്ങനെയാണെങ്കിൽ ഞാനും പ്രതിയല്ലേ, ആരും കണ്ടില്ല, പക്ഷേ പാലുകാരൻ ഗോപാലൻ കണ്ടു എന്നാണ് പറയുന്നത് പറയും. പാലുകാരൻ ഗോപാലൻ, കറവക്കാരൻ ഗോപാലൻ കണ്ടു എന്നാണ് പറയുന്നത് എന്ന് പറയും. കറവക്കാരൻ ഗോപാലൻ കാണുക വയ്ക്കും, അതെ വിക്രം അവിടുന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത് പറയും. അപ്പോൾ ആകെ അവൽ പറയും, അപ്പോൾ ആകെ എന്താ ഇല്ല ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്നറിയും. അതിൽ മാഷ അവിടെ നിന്നിട്ട് കുറേ പറയണേ, അല്ലെങ്കിൽ നേരാമുള്ളതല്ല, നീ എന്താ പറഞ്ഞത് കമല, അവനെ കൊണ്ടുപോയി ഭജന എത്തി കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പോൾ എന്തായി, ഞാനൊരു കാര്യം പറയാം, ഇവിടുന്ന് ഒരു മനുഷ്യൻ പോകരുത് പറയും. അപ്പോൾ പറയും ഞാൻ പോവും എൻ്റെ മകൻ്റെ കൂടെ, പിന്നെ അവൻ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് 100% വിശ്വാസമാണ്, ഞാൻ പോകുമെന്ന് പറയുകയാണ് കമല. അപ്പോൾ പറയും പോകുന്നത് ആരായാലും ശരി, ആ പോക്ക് അങ്ങോട്ട് പോയി വെക്കണം, തിരിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിൽ അപ്പോൾ കമല ആകെ ഇതാവും, എന്ത് ചെയ്യേണ്ടതെന്നറിയാം. അപ്പോൾ അവസാനം പറയും, കട്ടിട്ടില്ലല്ലോ, പിന്നെ അത് ഉറപ്പാണ്, എനിക്കറിയാം, ഞാനും കൂടെ ഉണ്ടായിരുന്നതാണ്, പിന്നെ കളവില്ലാണ്ടാണോ ആളുകൾ ഇങ്ങനെ വരും പോവും ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നന്ദിനി എല്ലാവരും നിൽക്കുകയാണ്, ശ്രീജ കന്തം വിട്ട് നിൽക്കുക, എന്താണ് അറിയാണ്ട്. അപ്പോൾ പറയും, പിന്നെ വിക്രമത്തിൻ്റെ കൂടെ ഞാൻ വരും എന്ന് പറയുകയാണ് വേദ, ഞാനുണ്ട് കൂടെ, കാരണം ഇതിലിപ്പോൾ ഞാനും കൂടെ ഉൾപ്പെടുമല്ലോ, ഞാനും ഉണ്ടായിരുന്നതല്ല അവിടെ, ഞാനും കൂടെ ഉൾപ്പെടില്ല, ഞാനും കൂടെ വരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ പോവുകയാണ് എന്ന് പറയും വേദ. അപ്പോൾ ഒന്നും വിടില്ല, പക്ഷെ അങ്ങനെ കയറിപ്പോവും, വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രമും വേദയും കൂടെ ചെല്ലുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ വിക്രമിനോട് പറയുന്നുണ്ട് വേദ, പിന്നെ ഞാനൊരു വിക്രം അമ്മോട് പറയുന്നുണ്ട്, പിന്നെ അമ്മേ എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് 100% അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയും. എന്നിട്ട് അപ്പോൾ അതൊന്ന് മാഷ്ക്ക് കേൾക്കണം, മാഷ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇവരെങ്ങനെ ഇതാക്കി പറയാമെന്നാണ് അയാളുടെ ഒരു സ്വഭാവം. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു വെച്ചിട്ട് അത് തെറ്റ് തിരുത്തി അയാൾ വന്നു കഴിഞ്ഞാലും ഈ മാഷ് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും, നമ്മളെ ചാക്കോ മാഷിനെ പോലെ. എന്തായാലും വിക്രം വേദയും കൂടെ അമ്പലത്തിലേക്ക് ചെല്ലും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കേണ്ട ഇവളുണ്ട്, രാധയുണ്ട്. അതിൽ പറയും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരും വിക്രം ഇത് എടുത്തുകൊണ്ട് പോണത് കണ്ടെന്നോ ആരും കണ്ടിട്ടില്ല. പിന്നെ ഒരാൾ നമ്മളങ്ങനെ കുറ്റം പറയുന്നത് ശരിയാണോ? ഇപ്പോൾ അയാൾ ആരും ഇതുവരെ വരാത്ത ആളെന്തിനാ അമ്പലത്തിൽ വന്നതെന്ന്, അപ്പോൾ അത് ഭജനം പറക്കാനല്ല, അയാൾ മാത്രം, അയാളുടെ ഭാര്യ ഉണ്ടല്ലോ കൂടെ. അപ്പോൾ ആ കുട്ടി കടന്നുറങ്ങുമ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ ഗോപാലൻ പറയും, ഞാൻ കണ്ടു അയാൾ ഇവിടുന്ന് പോകണ്ടെങ്കിൽ ഭണ്ണാരം കയ്യിലുണ്ടാവില്ലേ, അതൊരു ചോദ്യമാണ്. അങ്ങനെ അവസാനം അപ്പോഴേക്കും വിക്രം വേദി അവിടെ ചെല്ലുമ്പോഴേക്കും എന്താ പറയുക, വേദയുടെ ഏട്ടൻ ശ്രീകാന്തും കാറിൽ അവിടെ വരും. അപ്പോൾ പിന്നെ ഇവൾക്ക് ഏതാണ്ടൊക്കെ കുറേ ബോധ്യമായി, എന്തൊക്കെയോ ഇതിൽ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അതിൽ
അപ്പോൾ പറയും, ഓ നീ വലിയ സത്യസന്ധനല്ലേ, എങ്കിൽ കണ്ടുപിടിച്ച് കൊടുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പോലീസിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വേദിയും പറയുകയാണ്. അപ്പോൾ വേദ പറയും, ഞാനുണ്ടാവും വിക്രമിൻ്റെ കൂടെ, ഞാൻ അയാളുടെ ഭാര്യയായി പോയില്ലേ, അപ്പോൾ എനിക്കങ്ങനെ അയാളെ കൈവഴിയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അയാളുടെ കൂടെ ഞാനും ഉണ്ടാവും എന്നിങ്ങനെ വേദ പോയിട്ട് വിളിക്കുകയാണ് ശ്രീകാന്തിനെ. അങ്ങനെ അവിടുന്ന് അപ്പോഴേക്കും രണ്ടാളും കൂടി അങ്ങോട്ട് പോകുമ്പോഴേക്കും പോലീസ് വരും. പോലീസ് വരുമ്പോൾ ഈ പോലീസ് ഇൻസ്പെക്ടറും ഈ ശ്രീകാന്തും കണ്ണും കൊണ്ട് ഇങ്ങനെ ഒരു കളി അതൊക്കെ വേദ കാണുന്നുണ്ട്. അതിൽ കയറടാ വണ്ടിയിൽ കയറി. അപ്പോൾ സാറേ മേത്ത് തൊട്ട് കളിക്കല്ലേ, ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ടുപോകുള്ളൂ. അതിൽ തെളിവുണ്ടോ, നിങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് ചെയ്യുന്നത് ചോദിക്കും നമ്മുടെ വേദ, നിയമം പഠിച്ചതുകൊണ്ട്. അപ്പോൾ തെളിവൊന്നും ഇല്ലാണ്ട് ഇനി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ തെളിവുണ്ടാക്കുമെന്നറിയാം, അതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയും. അപ്പോൾ അവസാനം പറയും, ഞാനിത് ചെയ്തിട്ടില്ല, എനിക്ക് 100% ഉറപ്പുണ്ട് ഞാനിത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവസാനം നമ്മുടെ വേദ വേദ പറയും, എനിക്ക് വിക്രമിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, പേഴ്സണലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന നിലയല്ല, ഞാനൊരു നിയമം പഠിച്ചൊരു വ്യക്തി എന്നതിൽ എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അറിയും. അപ്പോൾ ശ്രീകാന്തിനെ നോക്കുക SI. അപ്പോൾ എന്ന് പറയും. എന്നിട്ട് രണ്ടാളും കൂടെ മാറി നിൽക്കും. അപ്പോൾ പറയും, ഞാൻ നിങ്ങൾ താലി കെട്ടിയ ആ ഒരു ഇതിലല്ല സംസാരിക്കും, നിങ്ങൾ സത്യം പറ, നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ, നിങ്ങളെന്തെങ്കിലും ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, എനിക്കറിയാം നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന് 100% എനിക്കറിയാം. ഇത് നിങ്ങളെ കുടുക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ജാമ്യം എടുക്കണമെങ്കിലൊക്കെ നമുക്ക് കാര്യങ്ങൾ വേണം, അറിയണമല്ലോ. അപ്പോൾ ഇല്ല, നിങ്ങൾ ഇതിന് മുന്നേ വല്ല അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ രാധയുടെ അത് പറയൂ, വല്ല കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ, എന്നോട് ഉള്ളത് തുറന്ന് പറയൂ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയും, കൊട്ടേഷനല്ല, പക്ഷേ അങ്ങനെ രാധയെ പെണ്ണ് കാണാൻ വന്ന അഭിലാഷിൻ്റെ അത് പറയും. പിന്നെ അതുപോലെ അയ്യപ്പനെ കൊണ്ടുപോയി കെട്ടിയിട്ടതും രാധയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതും അതൊക്കെ പറയും. അവിടുന്ന് അടിച്ചിട്ടാണ് രാധയെ കൊടുക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ പോലീസിൻ്റെ മുന്നിൽ അതൊക്കെ പറയണം. അതൊക്കെ പറയുകയാണെങ്കിൽ രാധയ്ക്ക് അതൊരു മോശക്കേടായില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് ഞാനതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാധയെ ഇവിടുന്ന് രാധയുടെ പേരും കൂടി ഞാൻ അതിലേക്ക് വലിച്ചഴച്ചു വരും. അത് അവളുടെ അല്ലെങ്കിലോ നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നെ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാര്യം കൂടി അത് അവളുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ നിവർത്തിയില്ല എന്ന് പറയുകയാണ്. കാരണം അവളെയും കൂടി ഇതിൽ വലിച്ചടയ്ക്കുമ്പോൾ അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ ഒന്നും പറയാൻ നിവർത്തിയില്ല എന്നിങ്ങനെ പറയുന്നതാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവളെ വന്ന് കൊണ്ടുപോവാണ്, നമ്മുടെ വിക്രമിനെ അങ്ങനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ നോക്കുമ്പോൾ പിന്നാലെ രാധ പോവാണ്, വിക്രം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലുകയാണ്. അപ്പോഴേക്കും ജീപ്പ് കയറ്റി ഇങ്ങനെ പോകുമ്പോൾ രാധ പറയും വേദോട്, നിനക്ക് തൃപ്തിയായില്ലേടി, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത്, നീ ഒരാളാണ് ഇതിനൊക്കെ ഉത്തരവാദി, നിനക്ക് തൃപ്തിയായില്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വേദോട് തട്ടിക്കയറുകയാണ്. അപ്പോൾ വേദയ്ക്ക് ദേഷ്യം പറയും, ഞാനിപ്പോൾ ഒന്നും പറയാത്തത് ഇനി ഞാൻ പറയുന്നത് നിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നിനക്കുള്ള സമ്മാനമായിട്ട് ഞാനും വിക്രമും വരുമ്പോൾ അപ്പോഴേ ഞാൻ അതിനുള്ള മറുപടി പറയണു, ഇപ്പം എനിക്ക് നിന്നോടിത് പറയാൻ മനസ്സില്ല എന്നങ്ങനെ വേദ പറയുന്നത്. കാരണം വേദയെ അപമാനിക്കുന്ന രീതിയിലാണ് രാധ അവിടെ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ വിനായകൻ ഓടി വരികയാണ്. അപ്പോൾ വിശ്വന്തോ ഇന്ന് തിന്നുന്നുണ്ട്, ശ്രീജ തുണി വാഷിയുണ്ട്, നന്ദിനി ചുമര തൂണോ എന്തൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഓടിയിട്ട് വന്നിട്ട് എന്താ മനുഷ്യൻ നിങ്ങൾക്ക് വയ്ക്കും, കുറച്ച് വെള്ളം എന്ന് പറയും. അപ്പോൾ വിശ്വം വേഗം വെള്ളം എടുത്ത് കൊടുക്കും. വെള്ളം കുടിച്ചിട്ട് എന്താ വയ്ക്കും, കൊണ്ടുപോയി അവനെ പോലീസ് വന്നു കൊണ്ടുപോയി എന്ന് പറയും. അപ്പോഴേക്കും മാഷും കമലയൊക്കെ കൂടെ അങ്ങോട്ട് ഇറങ്ങി വരും. ഇപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കണ്ടില്ല, പക്ഷേ പോലീസ് വന്നിറങ്ങി അവൻ്റെ മുഖത്ത് രണ്ട് കൊടുത്ത് നാഭിക്ക് ചവിട്ടി, എന്നിട്ട് പിടിച്ചൊരൊറ്റ തട്ട് കെട്ടി വണ്ടി കയറ്റി എന്ന് പറയും. അപ്പോൾ വിശ്വനെ ദേഷ്യം വരും, നീ ഇത് കണ്ടു വെച്ചു, ഞാൻ കണ്ടില്ല, പക്ഷേ അവിടെ ഉള്ളവർ പറഞ്ഞു പിന്നെ വന്നിറങ്ങുമ്പോഴേക്കും അവൻ അത്ര വലിയ കുറ്റവാളിയൊന്നുമല്ല, വന്നിറങ്ങുമ്പോഴേക്കും പിടിച്ച് തല്ലി ചവിട്ടി കൊണ്ടുപോകും, അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വിശ്വം പറയുകയാണ്. അപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ അതും കൂടി നാണക്കേടായി എന്നൊക്കെ ഇങ്ങനെ മാഷ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിൽ കമലഭാവം നിന്ന് കരയുകയാണ്. കാരണം അവയ്ക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല ഇതിന്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വിക്രം ഒരിക്കലും അത് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരാളല്ല വിക്രം, ഇത് ആരോ അവനെ പെടുത്തിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല, ചോദ്യം ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് കൊണ്ടുപോയി എന്ന് വരും, അത് സ്വാഭാവികമല്ലേ, പിന്നെ ജയിലിൽ പോകുന്നത് അവനിപ്പോൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ, അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നിൽ പിന്നെയും നാണം കെട്ടു എന്നൊക്കെയാണ് വിക്രം. അയാളാണ് വിനായകനാണ് ഈ പണി കൊടുത്തത് തന്നെ, അത് ആർക്കും അറിയില്ല, അതൊന്ന് തെളിയണം. കാരണം അയാൾ
ഇതാ പൈസയ്ക്ക് വേണ്ടി കൂടപ്പുറപ്പിനെ പോലും ഒറ്റ കൊടുക്കുന്ന സ്വഭാവക്കാരനാണ്. അപ്പോൾ അതൊന്ന് തെളിയണം എന്നുണ്ട്. എന്തായാലും അങ്ങനെ നമ്മളെ മാഷോ എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോൾ നന്ദിനി ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇത് അവന് വിക്രമിനെ പോലീസ് കൊണ്ടുപോയി വരുമ്പോൾ നിങ്ങളെ മുഖത്തൊരു ചിരി ഉണ്ടല്ലോ പറയുമ്പോൾ ചിരിയോ ചിരിയൊന്നുമല്ല അത് സങ്കടം കൊണ്ടാവുന്നു. അപ്പോൾ വിശ്വം പറയും ഞാനത് ശ്രദ്ധിച്ചു, നിനക്ക് നീ സങ്കടം പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്, എന്താ കാര്യം നോക്കുമ്പോൾ അത് വിഷമം കൊണ്ടാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിനായകനങ്ങോട്ട് കയറി പോകുമ്പോൾ ഇവൾക്കൊരു ഡൗട്ട് അടിക്കും, നന്ദിനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഇതിലെന്തോ കള്ളത്തരണ്ട് എന്നുള്ളത്. അവിടുന്ന് പിന്നെ കാണുന്നത് നമ്മളുടെ മറ്റേ ശ്രീനിവാസനും ഗ്യാങ്ങുകളും കൂടി നിന്നിട്ട് വേറെ എന്തോ ആണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെല്ലടിക്കുമ്പോൾ ചെല്ലുന്നത് വേദ അങ്ങോട്ട് ചെല്ലുകയാണ് ഇവരുടെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ട്. അപ്പോൾ ശ്രീനിവാസൻ സാറില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ചെല്ലുന്നത് നമ്മളെ വേദ. കാരണം ഇവനെ ഇറക്കിയേ പറ്റുള്ളൂ, നമ്മുടെ വിക്രമിനെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് നമ്മുടെ വേദ അങ്ങോട്ട് ചെല്ലുകയാണ്. കാരണം വീട്ടിലേക്ക് ചെന്നിട്ടില്ല, ആ വഴി അങ്ങ് പോയിക്കോളാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 100% അവൾക്ക് വിശ്വാസമുണ്ട് അത് അവനല്ല എന്നുള്ളത്. പിന്നെ കാണുന്ന നാളത്തെ പ്രമോല് കാണുന്നത് വിക്രമിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വിക്രം ഒന്നും അറിയുന്നില്ല, കാരണം പോലീസുകാരാണ്ട് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് സംഭവം, തൊണ്ടി മുതൽ എവിടെ കുഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവനെയോട് കൊണ്ടുപോകലാണ്ട് അവൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അങ്ങനെ കഴിഞ്ഞു, എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക, നല്ല ഇത് തന്നെയാണ്. അതുപോലെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ നിങ്ങൾ കാണാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. പിന്നെ ഞാൻ നന്ദിനി എന്നുള്ളത് ശ്രീജ എന്നാണ് പറഞ്ഞത്. കാരണം അതിൻ്റെ അവിടെ മ്യൂട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല, ഞാൻ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. അതെനിക്കങ്ങനെ മ്യൂട്ട് ചെയ്ത് ചെയ്യാൻ അറിയില്ല കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ വലിയൊരു കുറ്റമൊന്നും കാണില്ലേ, എനിക്ക് അറിയാഞ്ഞിട്ടാണ്. കാരണം തെറ്റാണ്, ശ്രീജ എന്നാണ് ഞാൻ പറഞ്ഞത്, സോറി നന്ദിനി എന്നുള്ളിടത്ത് ശ്രീജ എന്നാണ് പറഞ്ഞത് ആദ്യത്തെ ആ കുറച്ച് വരികൾ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഒന്ന് സാധാരണ ക്ഷമിക്കാനും. പിന്നെ കഥയല്ലേ, കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും, എന്തായാലും വൈകുന്നേരങ്ങളിൽ എല്ലാവരും കാണുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെറിയ മിസ്റ്റേക്ക് വന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളാണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു കേട്ടോ. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, ആയുസ്സും ആരോഗ്യം എല്ലാവർക്കും കൊടുക്കട്ടെ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു.